ഈ അപ്പൂപ്പൻ മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ മണ്ണിൽ നിന്ന് സ്വർണ്ണത്തരികൾ അദ്ദേഹത്തിന് ലഭിച്ചു. ഈ പ്രദേശത്ത് ഇനിയും സ്വർണ്ണത്തരികൾ ലഭിക്കാൻ ഇടയുണ്ടെന്ന് അപ്പൂപ്പന് മനസ്സിലായി. നദിക്കരയിൽ നിറയെ കുഴികളെടുക്കാൻ അദ്ദേഹം ആരംഭിച്ചു. എല്ലായ്പ്പോഴും മണ്ണു കഴുകിക്കൊണ്ടിരുന്നപ്പോൾ നിറയെ സ്വർണ്ണത്തരികൾ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്നു. ലക്ഷ്യത്തിലേക്കടുത്തെന്ന് അപ്പൂപ്പന് മനസ്സിലായി. ക്രമേണ അദ്ദേഹം ഒരു പ്രത്യേക സ്ഥലം കണ്ടുപിടിച്ചു. അവിടെയായിരിക്കും സ്വർണത്തിന്റെ വലിയ ശേഖരം ഉണ്ടായിരിക്കുക എന്ന് അനുമാനിച്ചു. ആ സ്ഥലത്ത് വലിയൊരു കുഴി ആഴത്തിലെടുക്കാൻ തുടങ്ങി. ഒരാളുടെ പൊക്കത്തിൽ കുഴിയുടെ ആഴമായപ്പോൾ പയറുമണിയുടെ വലുപ്പത്തിൽ ഒരു സ്വർണ്ണത്തരി ലഭിച്ചു. അതോടെ അപ്പൂപ്പൻ ഉറപ്പിച്ചു, ഇത് തന്നെ ശരിയായ ഇടമെന്ന്. തുടർന്നും കുഴി തോണ്ടിയപ്പോൾ പാറ പോലൊരു കല്ല് ലഭിച്ചു. ആ കല്ല് പിളർത്തി നോക്കിയപ്പോൾ അതിന്റെ അകത്ത് സ്വർണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. അപ്പൂപ്പന് വളരെയധികം സന്തോഷമായി. അവസാനമായി താനൊരു സ്വർണ്ണഖനി കണ്ടെത്തിയിരിക്കുന്നു. തന്റെ കഷ്ടപ്പാടിന് പ്രതിഫലം ലഭിച്ചിരിക്കുന്നു. കൂടുതൽ സന്തോഷിക്കുന്നതിനു മുന്നേ അവിടെ ഒരു നിഴൽ പ്രത്യക്ഷപ്പെട്ടു. പുറകിൽ മറ്റൊരാളുണ്ടെന്ന് അപ്പൂപ്പൻ തിരിച്ചറിഞ്ഞു. അപ്പൂപ്പൻ തന്റെ ചുറ്റിക എവിടെയാണെന്ന് പരതി നോക്കി. ചുറ്റിക കൊണ്ട് പ്രതിരോധിക്കുന്നതിനു മുന്നേ പുറകിൽ നിന്നിരുന്ന വ്യക്തി അപ്പൂപ്പന് നേരെ വെടിയുതിർത്തു. കൊലയാളി ആ കുഴിയിലേക്ക് എടുത്തു ചാടിയതും അപ്പൂപ്പൻ അയാളെ ആക്രമിച്ചു. അയാളുടെ കയ്യിലെ തോക്ക് പിടിച്ചു വാങ്ങി. ഒറ്റ വെടിക്ക് അവന്റെ കഥ കഴിച്ചു.